ഏത്തക്കായ വെച്ചിട്ട് ഞാനിന്നൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. 4 ഏത്തക്കായ ഉണ്ട്. അത് ഞാൻ തൊലി കളഞ്ഞിട്ട്, തൊലി പൊളിച്ച് കളയുന്നില്ല, ചീമ്പി കളയുന്നുള്ളൂ. കളഞ്ഞ് നീളത്തിൽ എരിഞ്ഞെടുത്ത് ഫ്രൈ ആക്കാൻ പോവാം. ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സ് അല്ല കേട്ടോ, കറിയുടെ ഫ്രൈ. ഒരു ഇതിനകത്തേക്ക് ഇതുപോലെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞേക്കണത്. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കറയുമൊക്കെ ഉണ്ടല്ലോ, അത് ഒട്ടണതല്ല കായ, അതുകൊണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. രണ്ടാമത് പറഞ്ഞത് ഞാനത് ഓൺ ചെയ്തില്ല എന്നുള്ളൊരു സംശയം, അതുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞത്. പശയുള്ളത് കൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്, അല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കണം. എനിക്കത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇളക്കാനും കോരാനും. കുറച്ച് ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുക്കണേ. വറുത്തിട്ട് മിക്സ് ചെയ്യണത് വെളിച്ചെണ്ണയിൽ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് ഇട്ട് കൊടുക്കാം. കായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് ചൂടായിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് നുറുങ്ങിപ്പോവും. ഫസ്റ്റ് ട്രിപ്പ് കായ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കോരി എടുക്കാൻ. ഇതുപോലെയാണ് ഞാൻ വറുത്ത് കോരിയേക്കണേ ഏത്തക്കായ ഫ്രൈ ആക്കാനായിട്ട്. ഫ്രൈ എന്ന് വെച്ചാൽ ചിപ്സ് അല്ല കേട്ടോ, കറിയാക്കാൻ. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തേക്കാണ്. ഇനിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ വറുത്ത് പോരാം. കായ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ അങ്ങനെയൊക്കെ. കായയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലല്ലോ, കടയിൽ നിന്ന് മേടിക്കൽ കുറവായിരിക്കും. ഏത്തക്കായ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സ് ആക്കാനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച്, അത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത് കേട്ടോ. മിക്സ് ആക്കൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കണം. ചെറിയ വെളുത്തുള്ളികളാണ്, അത് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കണം. അല്ലെങ്കിൽ സാധാരണ ഞാൻ ചെറുതാക്കിയാണ് അരിയണം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് നീളത്തിൽ അരിഞ്ഞത്. ഞാൻ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് വേപ്പില,
അതിനകത്തേക്ക് ഞെട്ടൊന്നും കളയുന്നില്ല, കുറച്ച് ഉണക്കമുളക് ഒരു 3-4 ഉണ്ട്. ഇത്ര മതി. ഇത് 2 വലിയ സവോള ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്താണ്. ചെറുതുമല്ല, അധികം നീളത്തിലും അല്ല, തീരെ ചെറുതും അല്ലാത്ത രീതിയിൽ ഇത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. കായയിൽ ഞാൻ ഉപ്പിട്ടേക്കുന്നതാണ്. ഈ മിക്സിയിലേക്കുള്ള ഉപ്പ് ഒരു 3/4 ടീസ്പൂൺ. വെളിച്ചെണ്ണ കുറവ് പോലെ ഉണ്ട്, കുറച്ചും കൂടി ഒഴിച്ചത്. സവോള ഒന്ന് വാടട്ടെ. സവോള മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് കായയിൽ മഞ്ഞളിട്ടേക്കുന്നതാണ്. എന്നാലും ഈ മിക്സിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകാണ് 1 ടേബിൾ സ്പൂണ്, ക്രഷ് ചെയ്തെടുത്ത മുളകാണ് 1 ടീസ്പൂണ്, 1.5 ടീസ്പൂൺ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഞാൻ 2 സ്പൂണ് ടൊമാറ്റോ സോസാണ് കേട്ടോ. അതിനകത്തേക്ക് 2 സ്പൂണ് ടൊമാറ്റോ സോസിൽ 1 സ്പൂണ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ളതാണ്. അത് ഞാൻ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ പുളി രസമൊക്കെ ആയിക്കോട്ടെ. കായ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവും, കൃഷിയുള്ളവരുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. ഞാൻ ഇത് കായ ഫ്രൈ ആക്കിയത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഏത്തക്കായ ഫ്രൈ. ഏത്തക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ എന്ന് പറയുമ്പോൾ വിചാരിക്കും ചിപ്സാണ്. ചിപ്സല്ല, കറി തന്നെയാണ്. അത് ഫ്രൈ ആക്കിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഞാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മനസ്സ് കാണിക്കണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലും ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.